ഇപ്പൊ ഇന്നസെന്റേറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് എന്തായാലും ഇന്നസെന്റേറ്റിനെ പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ ഇന്നസെന്റേറ്റിനെ എന്ന നടനെ പറ്റി എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷെ ഇന്നസെന്റേറ്റിന് എന്ന ഒരു പേഷ്യന്റിനെ കുറിച്ച് ഡോക്ടർക്ക് മാത്രമേ നിങ്ങൾക്ക് മാത്രമേ ഏറ്റവും കൂടുതൽ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ഇന്നസെന്റേറ്റൻ നമ്മളൊക്കെ വിട്ടു പോയി. അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും ഇന്നസെന്റ് ശരിക്കും ഒരു പേഷ്യന്റ് ആസ് എ പേഷ്യന്റ് ഒരു മോഡലാണ്. കുറെ പോസിറ്റീവ്സ് ഉണ്ട് ഇന്നസെന്റ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് പോസിറ്റീവ്നെസ് തന്നെയാണ്. അതായത് സാധാരണ ഒരു ക്യാൻസർ രോഗി വന്നല്ല, ക്യാൻസർ രോഗി ഒരിക്കലും പൊതുജനം അറിയുന്നുള്ളതാണ്. അത് നമ്മളെ രോഗി വരുന്ന സമയം പോലെ തന്നെ, അതായത് രോഗി വരുമ്പോഴേ ഒന്നിലെ രോഗിയുടെ ചുറ്റുള്ള ആൾക്കാർ പറയും. ചിലപ്പോൾ കൂടെ വരുന്ന മോനായിരിക്കും, കൂടെ വരുന്ന ഭാര്യയായിരിക്കും, അദ്ദേഹം അറിയരുതെന്ന് പറയും. അതൊരു ഭാഗം. രണ്ടാമത്തേത് രോഗി തന്നെ പറയും, ഡോക്ടറെ നാട്ടിൽ ഞങ്ങൾ ആരും അറിയാതിരിക്കണം, കാരണം അറിഞ്ഞ പ്രശ്നമാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവർ സെലിബ്രിറ്റിയും കൂടി ആണെങ്കിൽ, കാരണം അത് അവരുടെ കാരണങ്ങളുണ്ട്. കാരണം അവർ ചിലപ്പോൾ പ്രൊഫഷൻ നിന്ന് പോവും, അല്ലെങ്കിൽ പൊതുജനം പ്രത്യേകിച്ച് ഒരു ബാങ്ക് ലോണൊക്കെ ആണെങ്കിൽ ബാങ്ക് ലോൺ പോലും കിട്ടിയെന്ന് വരില്ല അല്ലേ. അപ്പോൾ അതൊക്കെ വരുന്നതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. കാരണമുണ്ട്. ഇന്നസെൻ്റാണ് പ്രോബ്ലി വൺ ഓഫ് ദി ഫസ്റ്റ്. അതായത് ക്യാൻസറാണെന്ന് അറിഞ്ഞു, അടുത്ത ദിവസം ഇന്നസെൻ്റ് വിളിച്ചു പറഞ്ഞു എനിക്ക് ക്യാൻസർ ആണെന്ന്. ഇന്നസെൻ്റ് അത് എഴുതിയിട്ടുണ്ട്. ഇന്നസെൻ്റ് പറഞ്ഞു, ഞാൻ ആരുടെയും മുതലൊന്നും കട്ടുകൊണ്ട് വന്നിട്ടില്ല പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു തുറന്നു പറയാനുള്ള ഒരു മനസ്സുണ്ട്. അത് ശരിക്കും ഇന്നസെൻ്റ് പോസിറ്റീവ്നെസ്സാണ്. അത് മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് മനസ്സിൽ കൊണ്ട് നടക്കുന്നതോറും കൂടുതൽ വിങ്ങലായിരിക്കും. നമുക്ക് ആരും അറിയാൻ പാടില്ല, അല്ലെങ്കിൽ കുറേ നുണകൾ പറയേണ്ടി വരും. അതൊക്കെ ടെൻഷനാണ്. ഇതിപ്പോൾ ഒന്നുമില്ല, ഞാൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞു, അവരുടെ ഇന്നസെൻ്റിൻ്റെ ടെൻഷൻ മാറുകയാണ്. പിന്നെ ഒരു പോസിറ്റീവ്നെസ് ഉണ്ട്. ഇന്നസെൻ്റ് അവിടെ വന്നാലും നമുക്ക് ഈവൻ ട്രീറ്റ്മെൻറ്റ് വരുന്ന സമയത്തൊക്കെയാണ് തമാശയൊക്കെ പറഞ്ഞ്, ഒപ്പിൽ വന്ന് തമാശയൊക്കെ പറഞ്ഞ്, സിസ്റ്റർമാരൊക്കെ വർത്താനം പറഞ്ഞ് മുഴുവൻ സമയം അത് എല്ലാവരും കേട്ടിരിക്കുമ്പോൾ ഇന്നസെൻ്റ് വന്നാൽ ചുറ്റും ആൾക്കാർ വരും. അങ്ങനെയാണ് ഇന്നസെൻ്റ് പോയിക്കൊണ്ടിരുന്നത്. അത് ഇന്നസെൻ്റിനും നന്നായി, ബാക്കി ഞങ്ങൾക്കും. നമുക്കും എപ്പോഴും പോസിറ്റീവ് എനർജി ഉള്ള ഒരു പേഷ്യനെ നമുക്ക് കണ്ടിട്ടില്ല, കാണാൻ കിട്ടുമെന്നും തോന്നുന്നില്ല. നമുക്കും എപ്പോഴും അതാണ്. നമുക്കൊരു പോസിറ്റീവായിട്ട് ഒരാളത്തെ പോയി നമുക്ക് സംസാരിക്കാൻ എളുപ്പമാണ്, നമുക്കും എളുപ്പമാണ്. അതാണ് ജസ്റ്റ് ഒരു പ്ലസ് പോയിന്റ്. രണ്ടാമത്തേത്, നമ്മൾ എല്ലാവരും വഴി മാറിപ്പോകാൻ ഭയങ്കര എളുപ്പമാണ്. അതായത് അവിടെ ഇന്ന് ചികിത്സയുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ അസുഖം പെട്ടെന്ന് മാറും, അല്ലെങ്കിൽ മന്ത്രവാദികളുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ അല്ലാത്ത ആൾക്കാർ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്ന ഇഷ്ടംപോലെ നമ്മൾ വ്യാജം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പലപ്പോഴും അവിടെ ചെന്ന് പെടാറ് എപ്പോഴും ഇന്നസെൻ്റ് പലപ്പോഴും വന്ന് പറഞ്ഞു. അതായത് നമ്മുടെ പ്രമുഖരായ പല നടന്മാരും ഇന്നസെൻ്റ് അടുത്ത് വന്നിട്ട് ഇന്ന സ്ഥലത്ത് പോയാൽ മതി, പെട്ടെന്ന് അസുഖം മാറുമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു, ഞാൻ അത് ഈ ചെവി കൂടെ കേൾക്കും, മറ്റു ചെവി കൂടെ പുറത്തേക്ക് വിടും. അത് ഇന്നസെൻ്റ് സെക്കൻഡ് ക്വാളിറ്റിയാണ്. അതായത് സ്റ്റിക്കിങ് ഓൺ ടു. അതായത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ട്, ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയക്ക് വിട്ടിട്ട് ഇന്നസെൻ്റ് പുറത്തേക്ക് ഇറങ്ങില്ല. ദാറ്റ്സ് അഗെയിൻ സംതിങ്. മൂന്നാമത്തെ, ഇന്നസെൻ്റ് ലോകത്ത് എവിടെ വേണമെങ്കിൽ ചികിത്സയ്ക്ക് പോകായിരുന്നു. ഇന്നസെൻ്റ് ഒരു ജ്യേഷ്ഠ സഹോദരൻ അമേരിക്കയിലുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കൾ ഡോക്ടറുണ്ട്, എവിടെ വേണേൽ പോകായിരുന്നു. പക്ഷെ ഇന്നസെൻ്റ് അവരോടൊക്കെ ചോദിച്ചു, അവരോടൊക്കെ അത് പാർട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ. പക്ഷേ ഇവിടെ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുള്ള മെസ്സേജ് ഉണ്ടല്ലോ, അത് ഇന്നസെൻ്റിൽ കൂടെ പോയിരിക്കുന്നത്. നമ്മുടെ പല രാഷ്ട്രീയക്കാരും അങ്ങനെയല്ല, ഒന്ന് തുമ്മിയാലോ ചുമച്ചാലോ ഉടനെ അമേരിക്കയ്ക്ക് പോവുക, അല്ലെങ്കിൽ അതാണ് നമ്മുടെ. അപ്പം അതുകൊണ്ട് കിട്ടുന്ന മെസ്സേജ് എന്താ വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ മോശമാണെന്നും ഇവിടെ ഇതെല്ലാം ചികിത്സ രീതിന്നൊക്കെയുള്ള മെസ്സേജ് ഇൻഡയറക്ട്ലി പേഷ്യൻറ്റിന് പോവുകയാണ്. ഇന്നസെൻ്റ് നേരെ തിരിച്ചാ മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഉണ്ട്, ഇന്നസെൻ്റ് പറഞ്ഞിട്ടുമുണ്ട് അല്ലേ. അതൊക്കെ ഭയങ്കര. പിന്നെ നമുക്ക് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഇന്നസെൻ്റ് ഒരു ദിവസം പോലും തെറ്റിച്ച് വന്ന് കാണില്ല. കൊടുത്ത ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റിന് ഒരു ദിവസം പോലും ഇന്നസെൻ്റ് മാറിക്കാണില്ല ഒരിക്കലും. ആ സ്റ്റിക്കിങ് ഓൺ ടു ദി റെജിമെൻ, സ്റ്റിക്കിങ് ഓൺ ടു ദി ഡേറ്റ്, ഇതൊക്കെ ശരിക്കും ഇന്നസെൻ്റ് ക്വാളിറ്റിയാണ്. പിന്നെ നമ്മൾ ഇന്നസെൻ്റ് എപ്പോഴും ഇന്നസെൻ്റ് പറയാനുള്ള, ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചാണ്. പക്ഷേ ഇന്നസെൻ്റ് 8ാം ക്ലാസ് വരെ പഠിച്ചതിൻ്റെ വിവരമൊന്നുമല്ല. ഇന്നസെൻ്റ് അതിനേക്കാളൊക്കെ കൂടുതൽ വളരെയധികം. അത് ഇന്നസെൻ്റ് എനിക്ക് ഒരുപക്ഷെ ചിലപ്പോൾ കണക്ക് പഠിച്ചു കാണില്ല, അല്ലെങ്കിൽ വലിയ ആൾജിബ്രയും ജോമെട്രി ഒന്നും പഠിക്കും. പക്ഷേ ഇന്നസെൻറ്റിന് കോമൺ സെൻസ് സാധനമാണ്. അത് ഇന്നസെൻ്റ് ഇസ് എ വെരി സ്ട്രോങ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, പഠിക്കുന്നത് ഡിഗ്രി മാത്രമല്ല എന്ന് പറയുന്നത് ക്ലാസിക്കൽ എക്സാമ്പിളാണ്. അങ്ങനെ കുറേ പോസിറ്റീവ് ക്വാളിറ്റീസ് ഉള്ളൊരു മനുഷ്യനാണ്. ആ പോസിറ്റീവ് ക്വാളിറ്റീസാണ് ഇന്നസെൻ്റ് ആക്കി മാറ്റുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ മുകളിൽ ഇന്നസെൻ്റ് എന്നുള്ള പേരും മനസ്സിലായല്ലേ. പിന്നെ എല്ലാം ഒരു തമാശ മട്ടിൽ കാണാനുള്ളൊരു ചിന്തഗതി ഉണ്ടല്ലോ,
അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ബുക്ക് വായിച്ചു ഇന്നസെൻ്റ് ക്യാൻസർ വളരെ തിരിയുന്ന അല്ലാതെ നമ്മൾ തിരിക്കുന്ന രസങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്നസെൻറ്റിൻ്റെ ആരോ പറഞ്ഞു യൂറിൻ തെറാപ്പിയാണ് ഏറ്റവും നല്ലത് ക്യാൻസർ മാറാനും ഇന്നസെൻ്റ് പറയുകയാണ്. അപ്പോൾ ഇന്നസെൻ്റ് അത് എങ്ങനെ വേണേൽ പ്രസൻറ്റ് ചെയ്യാം. അല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷേ ഇന്നസെൻ്റ് അങ്ങനെയല്ല പറഞ്ഞത്. ഇന്നസെൻ്റ് പറഞ്ഞത് ഇന്നസെൻ്റ് രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കാണുകയാണ്. അതായത് ഇരിഞ്ഞാലക്കുടക്കാരൊക്കെ ഇന്നസെൻ്റിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വീട്ടിൻ്റെ മതിലിൽ വന്ന് നിന്ന് അകത്തേക്ക് മൂത്രമൊഴിക്കുകയാണ്. പക്ഷെ ആ നോ എന്ന് പറയുന്ന സാധനം ഇന്നസെൻ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര തമാശ മട്ടിലല്ല പറയുന്നത്. നമ്മളെ കേട്ടിന് ഒരാൾക്ക് ചിരി വരുന്നുള്ളെങ്കിലും ഇന്നസെൻ്റ് സെയിങ് നോ ആണ്. അപ്പം അങ്ങനത്തെ കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നസെൻ്റിൻ്റെ മരണത്തിലൂടെ നഷ്ടപ്പെടുന്നത് സിനിമാ ലോകത്തിന് മാത്രമല്ല ക്യാൻസർ പേഷ്യൻസിനാണ്. ക്യാൻസർ പേഷ്യൻസിന് ഭയങ്കര പോസിറ്റീവ്നെസ് ആയിരുന്നു ഇന്നസെൻ്റ്. അപ്പം പലപ്പോഴും ഇന്നസെൻ്റ് മരിച്ചു കഴിഞ്ഞ് അന്ന് രാവിലെ വരുന്ന ഫോൺ കോൾ ഇതാണ്, ഇന്നസെൻ്റ് മരിച്ചത് ക്യാൻസർ കൊണ്ടാണെന്നുള്ളതാണ് എല്ലാവരും അറിയേണ്ടത്. പക്ഷെ അവരുടെയൊക്കെ മനസ്സിൽ ജീവിക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇന്നസെൻ്റ് വിത്ത് ക്യാൻസർ ആണ്. അപ്പോൾ നമുക്ക് പറയേണ്ടി ഒന്നും അല്ല ഇന്നസെൻ്റ് മരിച്ചത് ക്യാൻസർ കൊണ്ട്, അല്ലാതെ പറയാൻ അത് രാവിലത്തെ കുറേ സമയം നമ്മൾ ചിലവാക്കേണ്ടി വന്നതാണ്. സർജറിയുടെ ടൈമിലൊക്കെ ഇന്നസെൻ്റ് എങ്ങനെയായിരുന്നു? അങ്ങനെ എല്ലാവരും തമാശ രൂപേണ. അപ്പം രാത്രി ഞാൻ പോയി കണ്ടപ്പം രാത്രിയിൽ എനിക്ക് സമയം, അതുകൊണ്ടാണ് എന്നോട് രാവിലെ ചോദിച്ചോ ഉറങ്ങിയോ എന്നുള്ളത്. കണ്ടു. ഇപ്പം എല്ലാം നല്ല ഒരു പോസിറ്റീവായിട്ട് എടുക്കുന്നത് തന്നെ, ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ എല്ലാം അങ്ങനെ ഒരു പ്രാളമോ അങ്ങനെയൊന്നുമില്ല. വൈഫിൻ്റെ സർജറിക്കാണെങ്കിലും ഇത് പറഞ്ഞ പോലെ പലരും പല ഒപ്പീനിയൻ പറഞ്ഞു ഇവിടെ ചെയ്യണ്ടെന്നും, അല്ലെ ഒരു 10 പേര് വിളിച്ചാൽ 10 ഒപ്പീനിയനാണ് പറയുന്നതെന്ന് ഇന്നസെൻ്റ് പറഞ്ഞു. അപ്പം തന്നെ പറഞ്ഞു അത് വേണ്ട, അവർക്ക് കാണുന്നില്ലല്ലോ, ഡോക്ടറെ ഡോക്ടർ പരിശോധിക്കുകയോ ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതി. എന്നോടൊന്നും ഇന്നസെൻ്റ് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ പലരും വിളിക്കുന്നുണ്ട്, പല ഒപ്പീനിയൻ പറയേണ്ട ഒന്നും പറഞ്ഞില്ല. വൈഫിനോട് ഇത് പറഞ്ഞു, എന്നോട് പിന്നെ പറയുന്നത് എന്ന് വെച്ചാൽ ഡോക്ടർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട, ഡോക്ടറിൻ്റെ ഡിസിഷനാണ്, അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒരു വിചാരിക്കുന്ന ഒരാളുമാണ്. അങ്ങനെ വേറെ ഒരു രീതിയിൽ അത് ചിന്തിക്കാൻ പാടില്ല. ഡോക്ടേഴ്സ് എടുക്കുന്ന ഡിസിഷൻ അവരുടെ ഗുഡ് ഫെയ്ത്തിൽ അവർക്ക് ഏറ്റവും ചേരുന്ന രീതിയിലേ എടുക്കുകയുള്ളൂ. എക്സാമിനേഷൻ ചെയ്യാത്ത വേറൊരാൾ എടുക്കുന്ന ഡിസിഷൻ ശരിയാവില്ല എന്നുള്ളൊരു ചിന്തയും അങ്ങനത്തെ ഒരു മെസ്സേജും എപ്പോഴും ഇന്നസെൻ്റ് പറയാറുണ്ടായിരുന്നു. നമുക്ക് രസം പലപ്പോഴും യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട് പലയിടത്തേക്കും, ഈ പുറത്തൊക്കെ തന്നെയാണെങ്കിൽ. അപ്പോൾ ഇന്നസെൻ്റ് ഇടയ്ക്കിടയ്ക്ക് പറയും, സ്റ്റേജിലൊക്കെ വെച്ച് പറയും, അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ ഗംഗാധരനെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്, സുഖമാണെന്ന് അന്വേഷിക്കാറുണ്ട്. അടുത്ത വാചകം എന്തായിരിക്കും അറിയാം, ആ അന്വേഷണം ഡോക്ടർ ഗംഗാധരനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചികിത്സ. അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് ഭയങ്കര സ്ട്രൈക്കിങ്, അതൊക്കെ ഭയങ്കര സ്ട്രൈക്കിങ് ഇതൊക്കെയാണ്. പിന്നെ തമാശ ഭയങ്കര മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഇൻഡസ്ട്രി എഴുതാത്ത മുഹൂർത്തങ്ങൾ. ഒരിക്കലും ഇതുപോലെ ഞങ്ങളൊരു പരിപാടിക്ക് പോയിരിക്കും. ഇപ്പം ചിത്ര പറഞ്ഞില്ലേ ആൾക്കാർക്ക് സമയത്തിൻ്റെ വിലയില്ലാന്ന് പറഞ്ഞല്ലേ, അബുദാബിയിലാണ് മീറ്റിംഗ് നടക്കുക. അപ്പം ഞാൻ ഇന്നസെൻ്റൊക്കെ സ്റ്റേജിലുണ്ട്. അപ്പം ഇങ്ങനെ അവിടുത്തെ UAE അറിയാലോ, എല്ലാവരും പ്രസംഗമാണ്, കയറി വരുന്നവർ കിട്ടിയ മൈക്ക് വെച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കുറേ സമയം കഴിഞ്ഞു ഞങ്ങളിങ്ങനെ ഇരിക്കുക, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇന്നസെൻ്റ് അവസാനം സംഘാടനയെ വിളിച്ചു ചോദിച്ചു, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നല്ല ഹോട്ടലുണ്ടോയെന്ന് ചോദിച്ചാൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തിനാ ഇവിടെ ആഹാരം? അതുകൊണ്ടല്ല, നിങ്ങൾ പ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ 2 പേരും വേണേൽ പോയി കഴിച്ചിട്ട് വരാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ മനസ്സിലായി ഇതേ പ്രശ്നമാണ്. പക്ഷെ അതൊക്കെ ആ ഇൻഡയറക്ട്ലി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അത് ഇന്നസെൻ്റ് ക്വാളിറ്റിയാണ്. ആ സ്പർ ഓഫ് മൊമെൻറ്റിലുള്ള ഒരു തമാശകൾ വരില്ലേ, അത് ഞാൻ പറയുന്നത് 2 പേർക്ക് കാണാറുള്ളൂ. ഒന്ന് ജഗതിയാണ്, ജഗതിയുടെ പലപ്പോഴും സ്പോണ്ടേനിയസ് ആ സമയത്ത്. രണ്ടാമത്തെ ഇന്നസെൻ്റ് ആണ്. അതായത് ആ സന്ദർഭം വരുന്ന സമയത്ത് ആ സമയം അതുവരെ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. ഇതുപോലെ ഒരു സംഭവം ഇരിഞ്ഞാലക്കുട വെച്ച് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്താം. ഇരിഞ്ഞാലക്കുട ഒരു മീറ്റിംഗ് നടക്കുക, അതായത് ഇരിഞ്ഞാലക്കുടക്കാരെ ആദരിക്കുന്ന ഒരു മീറ്റിംഗാണ്. അപ്പോൾ ഇന്നസെൻ്റ് ഇരിഞ്ഞാലക്കുടക്കാരനാണ്, ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരനാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേജിലിരിക്കുക. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയ നേതാവെന്ന് വിചാരിച്ചോളൂ, അദ്ദേഹം വന്ന് സ്റ്റേജിൽ വന്ന് ഇന്നസെൻ്റ് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം വന്ന് പ്രസംഗിച്ചു. അതായത് 8ാം ക്ലാസ്സുകാരനും പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, അങ്ങനത്തെ ഒരു ദുരവസ്ഥയാണ് മലയാളത്തിനെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ ഒരു പ്രസംഗമായിരുന്നു. ചിലർക്ക് ഒരിക്കലും ഒരു സ്റ്റേജിൽ വെച്ച് ഒരാൾ പറയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഇന്നസെൻ്റിൻ്റെ ടേണാണ്. ഇന്നസെൻ്റ് പറഞ്ഞു, ഞാൻ ഈ പ്രസംഗിച്ച വ്യക്തിയുടെ വീട്ടിൽ ഇന്നലെ രാത്രി പോയിരുന്നു. ഇനി അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ ഞാൻ വാഗ്ദാനം ചെയ്തതാണ്. 10ാം ക്ലാസ് വരെ എന്നെങ്കിലും പറയണം, 8ാം ക്ലാസ് പറയണം. പക്ഷെ അദ്ദേഹം പറഞ്ഞു 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ വഴങ്ങില്ല,
എനിക്ക് 2 ലക്ഷമെങ്കിലും തരണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയതെന്ന് പറഞ്ഞു. പക്ഷെ അതോടുകൂടെ സദസ്സ് മുഴുവൻ ചിരിയായിരുന്നു ചിരിക്കായിരുന്നു. എന്നിട്ട് ആ മൊമെന്റിൽ വന്ന ആ ഇതുണ്ടല്ലോ, അപ്പൊ ഞങ്ങളൊക്കെ പറയും ഹൈലി, അത് ക്വാളിറ്റി ആണ്.